അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിസിനസ് വേറെയാണ്, കുടുംബം വേറെയാണ്. അവിടെയുള്ള തിരക്കുകൾ കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത്. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കുടുംബനാഥനായി ബിസിനസ്സുകാരൻ മാറണം. ഭാര്യ ഈ ഭർത്താവ് അല്ലെങ്കിൽ ബിസിനസ്സുകാരി വീട്ടിലേക്ക് വരുമ്പോൾ ചൊറിയുന്ന ഭാര്യയെയും ചൊറിയുന്ന മക്കളെയല്ല നമുക്ക് ആവശ്യം. എനിക്ക് തന്ന വിഷയം ബിസിനസ്സും കുടുംബവും എന്നുള്ളതാണ്. ആ സബ്ജക്റ്റ് ഒരു വല്ലാത്തൊരു സബ്ജക്റ്റാണ്. ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത സബ്ജക്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു പ്രഭാഷകനോ മോട്ടിവേറ്ററോ അങ്ങനെയൊന്നുമല്ല ഞാൻ. നിങ്ങൾ കാണുന്ന പോലെയുള്ളൊരു പാവപ്പെട്ട പോലീസുകാരനാണ്. 10-21 കൊല്ലമായി പോലീസിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ കാണുന്ന കുറേ സംഗതികൾ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന കുറേ സംഗതികൾ നിങ്ങളോട് സംസാരിക്കുക എന്നത് മാത്രമാണ് എനിക്ക് പറ്റുന്ന ദൗത്യം. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കുശുമ്പ് പരിപാടിയാണ്. അവിടെ കണ്ടത് ഇവിടെ വിളിച്ചു പറയുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളവിടെ വന്നു നോക്കുമ്പോൾ നിങ്ങളൊക്കെ വളരെ ഗംഭീരന്മാരായിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഒരു പ്രസംഗമൊന്നുമല്ല എന്നുള്ളതാണ് നിങ്ങളെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയുന്നത്. ഞാൻ അധികവും നിങ്ങളെ മോഷിപ്പിക്കുന്നൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് നിർത്തും. ബിസിനസ്സും കുടുംബവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു സബ്ജക്റ്റാണ്. രണ്ടും നാടിന് ആവശ്യമാണ്. ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ്സാണ്. ഈ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ പിന്നണിയിൽ ഗംഭീരമായിട്ടുള്ളൊരു കുടുംബം വേണമെന്നുള്ളത് നഗ്നമായ സത്യമാണ്. ഈ ബിസിനസ്സുകാരും പോലീസുകാരും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. എപ്പോഴും ടെൻഷൻ നിറഞ്ഞ ജീവിതമാണ് രണ്ടുപേർക്കും. സമൂഹത്തിൻ്റെ ഓരോ അപ്ഡേഷനും ഓരോ നിമിഷവും ബിസിനസ്സുകാർ അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് അവരുടെ ജീവിതത്തെയും ബിസിനസ്സെയും വല്ലാതെ ബാധിക്കും. അതേപോലെ തന്നെ പോലീസുകാർക്ക് ഈ നാട്ടിലുള്ള ഓരോ പൾസും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ നാട്ടിലുള്ള നിയമവ്യവസ്ഥയും താറുമാറാകും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുടുംബം സുരക്ഷിതമായി വെച്ച് സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പഴയ കാലഘട്ടമൊന്നുമല്ല, വല്ലാതെ ജെൻസിൻ്റെ ലോകത്താണ് നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുന്നത്. ബിസിനസ്സുകാരോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പഴയ കാലഘട്ടത്തിലുള്ള ബിസിനസ് അല്ല, ലോകത്തെ ഏറ്റവും സക്സസ് ആയി നടക്കുന്ന ബിസിനസ്സുകാരന് ഒരു ബിസിനസ് സ്ഥാപനവും ഇല്ലാതെ ഉള്ള ലോകത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഭക്ഷണ മേഖലയിൽ സ്വിഗ്ഗി എന്നും പിന്നെ സൊമാറ്റോ എന്നൊക്കെ പറയുന്ന കമ്പനിക്ക് ഒരൊറ്റ ഹോട്ടലും ഇല്ല. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായ ഹോട്ടൽ സാമ്രാജ്യത്തിന് ഉടമകൾ ഇവർ രണ്ടുപേരുമാണ്. വണ്ടിയുടെ കാര്യത്തിൽ ഓല, അങ്ങനെ കുറേ കമ്പനികളുണ്ട്, ഓൺലൈനിലുള്ള ബിസിനസ്സാണ്. അവർക്കും സ്വന്തമായി വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. അങ്ങനെ എല്ലായിടത്തും ഹോട്ടൽ മേഖലയിലും ഇനി വാഹനത്തിൻ്റെ ലോകത്തും എല്ലായിടത്തും ഓൺലൈൻ, അതായത് ബിസിനസ് അല്ലെങ്കിൽ ആമസോൺ പോലുള്ള ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ബിസിനസ്സിൻ്റെ ലോകത്താണ് നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുന്നത്. ആമസോണ് സ്വതന്ത്രമായിട്ടുള്ളൊരു വ്യവസായ സ്ഥാപനമൊന്നുമല്ല. അതൊക്കെയുള്ള കാലഘട്ടത്തിൽ മത്സരബോധത്തോടു കൂടി അവരോടൊക്കെ ഏറ്റുമുട്ടാനും അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി എതിരായി പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ബിസിനസ്സിന് മാത്രമേ ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പുറത്താണ്, അതേ സമയത്താണ് കേരളത്തിൽ കുടുംബം എന്ന് പറയുന്ന പശ്ചാത്തലം വളരെ വളരെ ആപത്തായിട്ട് കൊണ്ടുപോകുന്നു. ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ എൻ്റെ പക്ഷം 21 കൊല്ലത്തെ പോലീസ് ജീവിതത്തിനിടയിൽ എനിക്ക് മനസ്സിലായ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു പോലീസുകാരനായി നിങ്ങളെ മനസ്സ് പാകപ്പെടുത്തുക എന്നുള്ളതാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളും, ഉപ്പയായാലും ബാപ്പയായാലും അച്ഛനായാലും അമ്മയായാലും മക്കളായാലും, ഒരു പോലീസുകാരനായി മാറുക. അത് വീട്ടിലായാലും നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലായാലും. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തിൽ ഒരു പ്ലിങ്ങിയ ഭാവമാണുള്ളത്. പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന സംഗതി എന്താണെന്നറിയോ? ആ വളവിൽ നിന്ന് ഹെൽമെറ്റ് പിടിക്കുന്ന വേട്ടക്കാരൻ, റോഡുമ്പിൽ അവിടെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വല്ലാത്ത ഷോ മൂവ്മെൻറ്റ് നടത്തുന്ന മനുഷ്യനെന്നൊക്കെയാണ് പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാവുക. പക്ഷെ പോലീസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഈ ഗംഭീരമായ പ്രൗഢോജ്വലമായ പരിപാടിയിലേക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട് അവിടെ തന്നെ ഉണ്ടാവണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ? ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു കള്ളൻ കയറരുത് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ ബാക്കിയുള്ള മനുഷ്യന്മാരെല്ലാം അവിടെ തന്നെ സുരക്ഷിതരായിരിക്കണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വീട്ടിൽ ആരും ആത്മഹത്യ ചെയ്യരുതെന്ന്,
തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മക്കളും ഭാര്യയും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളിതൊന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പരപ്പനങ്ങാടിയിലുണ്ട്. അത് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ ഇരിക്കും. അദ്ദേഹം രാവിലെ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പം പ്രാർത്ഥിക്കുന്നത് എന്താ അറിയോ? പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ്റെ പേരാണ് പോലീസുകാരൻ. ഒരു വീട്ടിലും ഒരൊറ്റ ആത്മഹത്യ നടക്കരുത് എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ പേരാണ് പോലീസുകാരൻ. നമ്മളിവിടെ തൂക്കിയിട്ട കൊടിതോരണങ്ങളും ആഡംബര വസ്തുക്കളൊന്നും നശിച്ചു പോകരുത് എന്ന് ഹൃദയം നൊന്ന് വിലപിക്കുന്നവൻ്റെ പേരാണ് പോലീസുകാരൻ. പക്ഷെ നിങ്ങളെ മുന്നിൽ, നിങ്ങളെ മനസ്സിൽ ഈ നിമിഷം വരെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെയാണ് ഈ നാടിനെക്കുറിച്ച് നല്ലോണം അറിയാവുന്ന ഒരു മനുഷ്യ ജന്മമായി നിങ്ങൾ മാറണം നമ്മൾ പറയുന്നത്. ഈ നാട് നമ്മൾ കാണുമ്പോൾ വളരെ മനോഹരമാണ്. എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, കേരളത്തിലെ ഒരു മണ്ണും സുരക്ഷിതമല്ല. ജാതിയും മതവും രാഷ്ട്രീയവും അല്ല ഇവിടുത്തെ വിഷയം. അതിനേക്കാൾ ഭീകരങ്ങളായ കുറേ സംഗതികൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഇങ്ങനെ വന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണോ ബോധമുണരുന്നത് അപ്പോൾ മാത്രമേ അതിനെതിരെ ഒരു തടയണയാവാൻ, നിങ്ങളെ കുടുംബത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. അവിടെ കേരളത്തിൽ നമ്മളൊക്കെ പറയുന്ന കാര്യം, കേരളം വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്താണ്. നമ്പർ 1 വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് പോലും. സമ്പൂർണ്ണ സാക്ഷരരാണ് പോലും നിങ്ങളും ഞാനും ഒക്കെ. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംസ്ഥാനം, മാതൃക കാണിക്കുന്ന സംസ്ഥാനം കേരളമാണ് പോലും. അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിന് സമാനമാണ് പോലും നിങ്ങൾ എൻ്റെ ഒക്കെ ആരോഗ്യം. ചെറിയ മുട്ടുവേനൊന്നും പരിഗണിക്കണ്ട. പക്ഷെ എന്നാലും ഏറ്റവും നല്ല ആരോഗ്യം നിങ്ങൾക്ക് എനക്കുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും ചെറിയ ശിശുമരണ നിരക്ക് നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. പ്രസവിക്കുമ്പോൾ ആരും അങ്ങനെ കുട്ടികൾ അധികം മരിക്കാത്ത സംസ്ഥാനം കേരളമാണ്. അങ്ങനെ എല്ലായിടത്തും ഡിജിറ്റൽ സംവിധാനത്തിൽ മൊബൈൽ ഫോണും ബാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യു പി ഐയും യോനോ പോലുള്ള ബാങ്കിങ് ആപ്ലിക്കേഷനെയും ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലീസ് നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. നിങ്ങളും ഞാനുമൊക്കെ കണ്ടതും കേട്ടതുമായ കേരളം വളരെ മനോഹരമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കുടുംബാംഗം എന്ന രീതിയിൽ ഇതിൻ്റെ നെഗറ്റീവ് വശം, കേരളത്തിലെ നെഗറ്റീവ് വശങ്ങൾ നിങ്ങളും ഞാനും ചർച്ച ചെയ്തിട്ടില്ല എങ്കിൽ ഈ കുടുംബം എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. വിദ്യാഭ്യാസമുള്ള, ആരോഗ്യമുള്ള, ശിശുക്കൾ തീരെ മരണപ്പെടാത്ത, ഏറ്റവും നല്ല രീതിയിൽ മൊബൈൽ ഫോണിനെ ഉപയോഗപ്പെടുത്തുന്ന, ഡിജിറ്റൽ സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന ഈ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇനി വലിയ ആളെല്ലാം ആത്മഹത്യ ചെയ്തങ്ങ് പോട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനത്ത് ഏറ്റവും 1-ാമത്തെ ജില്ല കണ്ണൂർ ജില്ലയാണ്. ഈ പരപ്പനങ്ങാടിനെ കുറിച്ച് എനിക്ക് വലിയ അറിയില്ല. പക്ഷെ എനിക്ക് കണ്ണൂരിനെ കുറിച്ചും കോഴിക്കോടിനെ കുറിച്ചും വളരെ നല്ലോണം അറിയാം. കുട്ടികൾ ആത്മഹത്യ ചെയ്യും. ഇന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് കിട്ടിയ വാർത്ത, ഒരു 20 വയസ്സുകാരനായ ചങ്ങാതി ഉള്ളിയേരി പാലത്തുമ്മൽ നിന്നുകൊണ്ട് ആളുകൾ കാണെ കയ്യിലെ ഞരമ്പ് ബ്ലേഡ് കൊണ്ട് മുറിച്ച് ആ ഉള്ളിയേരിപ്പുഴയിലേക്ക് തുള്ളി മരിച്ച പോലീസുകാർ നാട്ടുകാർ ആ കുട്ടീനെ പരതി നടക്കുക. ഇപ്പം 20 വയസ്സുകാരൻ ആളുകളുടെ മുമ്പിൽ നിന്ന് ഒരു പേടിയുമില്ലാതെ കൈമുറിച്ച് ഈ പുഴയിലേക്ക് തുള്ളി മരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പരപ്പനങ്ങാടിയിലെ 20 വയസ്സുകാരനായ മനുഷ്യനും മരിക്കൂല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ശരിക്കും ആരാ മരിക്കേണ്ടിയിരുന്നത്? മരിക്കുന്നതല്ല, ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നത് ആരാണ്? പാവപ്പെട്ട, ജീവിത സാഹചര്യമില്ലാത്ത മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല ജീവിത നിലവാരമുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ശരിക്കും ആത്മഹത്യ ചെയ്യേണ്ടത് ബംഗാളികളാണ്. ഒരു റൂമിൽ 10-20 ആളാണ് മേലൊക്കെ ഒരു കിടക്കുന്നത്. അവർക്ക് കക്കൂസില്ല, അവർക്ക് നല്ല വിദ്യാഭ്യാസമില്ല, അവർക്ക് നല്ല ഡ്രസ്സില്ല. പക്ഷേ ബംഗാളിൽ അല്ലെങ്കിൽ ബംഗാളികൾ ആത്മഹത്യ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. 1,00,007 പേരാണ് പോലും അവിടെ ആത്മഹത്യ ചെയ്യുന്നത്. ഇനി തമിഴ്നാട്ടിലാണ് അതിലും കൂടുതൽ ജനസംഖ്യയുള്ളതും പാവപ്പെട്ട കുറേ മനുഷ്യന്മാർ ജീവിക്കുന്നതും തമിഴ്നാട്ടിൽ. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ വേണ്ടത്. പക്ഷേ തമിഴ്നാട്ടിലും 1,00,006-7 ആത്മഹത്യ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന്. പക്ഷെ നമ്മളെ ഉദ്ബുദ്ധരായിട്ടുള്ള, ഏറ്റവും മാന്യമായി വസ്ത്രം ധരിക്കുന്ന, ഏറ്റവും മാന്യമായി ജീവിക്കുന്ന,
വിദ്യാഭ്യാസമുള്ള ആരോഗ്യമുള്ള കേരളത്തിൽ 1,140,000 ആളുകളോളം ആത്മഹത്യ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഏറ്റവും പ്രാമുഖ്യമുണ്ട് എങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബത്തിലെ ഓരോ കുട്ടിയെയും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിൽ ഇത് വന്നുകൂടായിക്കൊന്നുമില്ല. അപ്പൊ കുടുംബം എന്ന രീതിയിൽ ഇന്നു മുതൽ മക്കളെ നോക്കാൻ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാൻ തയ്യാറുള്ള ഒരു രക്ഷകർത്താവായിട്ട്, ഒരു ബിസിനസ് മാനായിട്ട് നിങ്ങൾ മാറണം. അതിന് 2 ആഴ്ചത്തെ പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 2 ആഴ്ചത്തെ പത്രം. പക്ഷെ നിങ്ങളോട് ഈ കണക്കുകളൊന്നും അവതരിപ്പിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ 13 കൊല്ലമായി ഈ മരണത്തിൻ്റെ കണക്കും മൊബൈൽ ഫോണിൻ്റെ നാശത്തിൻ്റെ കണക്കും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ട്. എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഈ 13 കൊല്ലത്തെ ക്ലാസ് എടുത്തിട്ടും ഇവിടുത്തെ ഒരൊറ്റ മനുഷ്യനും നന്നായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പരപ്പനങ്ങാടിയിൽ നിങ്ങളും നന്നാവുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. അപ്പോൾ നിങ്ങൾ എല്ലാം പൊട്ടാ പിന്നെ ഇനി ഇങ്ങോട്ട് എന്തിന് വന്നു എന്നൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടാവും. ഞാൻ വന്നത് എന്തിനാണെന്നറിയോ, ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തിനാ വന്നതെന്ന്. അല്ലാണ്ട് നിങ്ങളെ നന്നാക്കാനോ എൻ്റെ ക്ലാസ് കേട്ട് അപ്പം തന്നെ നിങ്ങൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുന്നൊന്നും ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ ആത്മഹത്യ കുട്ടികൾ. ഈ ലേറ്റസ്റ്റ് ആയിട്ടുകൾ തിരൂരിൽ കഴിഞ്ഞ ദിവസം തിരൂരിൽ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ വയസ്സ് 6 വയസ്സാണ്. മറന്നോണ്ടാ, 6 വയസ്സുള്ളൊരു കുട്ടി മൊബൈൽ ഫോണിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലാണ് ബാത്റൂമിൽ ഷവറിൻ്റെ മേലെ കെട്ടിത്തൂങ്ങി മരിച്ചത്. എല്ലാവരും പറഞ്ഞു, നാട്ടുകാരെല്ലാം പറഞ്ഞു ആ കുട്ടീനെ എല്ലാവരും തച്ചു കൊന്നതാന്ന്, കെട്ടിത്തൂക്കിയതാണെന്ന്. പോലീസ് ശാസ്ത്രീയമായി അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, കുട്ടീനെ തച്ചു കൊന്നു കെട്ടിത്തൂക്കിയതല്ല. ആ കുട്ടി സ്വമേധയാ കെട്ടിത്തൂങ്ങി മരിച്ച തന്നെയാണ്. അതിനുശേഷം എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ, ഒരു രക്ഷാകർത്താവ് എന്ന രീതിയിൽ എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന ഏത് സംഗതിയും എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ. എൻ്റെ സ്റ്റേഷനിൽ എന്ത് നടന്നാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി വന്ന് നോക്കും അതാടെ ഉണ്ടോയെന്ന്. അങ്ങനെ ഒരു ചിന്തയും നിങ്ങളുടെ മുഖത്ത് ഇതുവരെ ഇല്ല. രണ്ടാമത്തെ, കേരളത്തിൽ ആത്മഹത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. കുട്ടികൾ നല്ലോണം ആത്മഹത്യ ചെയ്യുന്നു. രണ്ടാമത്തെ വിഷയം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഒളിച്ചോട്ടം നടക്കുന്നത്. ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരു കണക്കില്ല ഓട്ടത്തിന്. ആരും എപ്പോഴും ഓടും. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ചിരി വരുന്നതെന്നറിയോ, നിങ്ങളെല്ലാം എപ്പോൾ ഓടുവെന്ന് എൻ്റെ ചിന്ത. കാരണം എൻ്റെ സ്റ്റേഷനിൽ മാത്രം ദിവസം 3 ആൾ ഒളിച്ചോടുന്നുണ്ട്. അങ്ങനെ ദിവസം 3 ആൾ ഒളിച്ചോടുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എനിക്ക് 38 വയസ്സുള്ളൊരു ഭാര്യയുണ്ട്. ഓളെപ്പോൾ ഒളിച്ചോടുന്നുള്ള ടെൻഷനാണ് എനിക്ക്. അതുകൊണ്ട് ഞാനെപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒളിച്ചോട്ടമുണ്ട് എന്ന് കണക്കുകൾ നിരത്തുന്ന, കേരളത്തിൻ്റെ കണക്കുകൾ നിരത്തുമ്പോൾ നിങ്ങളെ വീട്ടിൽ എപ്പോഴാണ് ഒളിച്ചോട്ടം നിങ്ങൾ നോക്കിക്കോളൂ. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒക്കെ ചിരി വരുന്നതെന്നറിയോ, ഈ അമ്മ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ എന്നോട് ചോദിക്കുന്ന പോലെ ഉണ്ട്, ഇനി എന്തിനാ എന്നെ നോക്കിയിട്ട് ഒളിച്ചോട്ടത്തിനെ കുറിച്ച് പറയുന്നത്? ഈ വയസ്സായ ഞാൻ ഒളിച്ചോടാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ഈ അമ്മ എന്നെ നോക്കി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അമ്മ, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. കാരണം എന്താ പറയുക, എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന ഏത് സംഗതിയും ഏത് അങ്ങാടിയിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എൻ്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഒളിച്ചോടി അമ്മയുടെ പ്രായം 83 വയസ്സാണ്. കൂട്ടിക്കൊണ്ടുപോയ കാമുകൻ്റെ വയസ്സ് 87 ഈ 83-87 ഒളിച്ചോടിയിട്ട് സ്വന്തം മക്കൾക്ക് അത് പറയാൻ, ആരോടും പറയാനുള്ള വലിയ മടിയായിരുന്നു. അവർക്ക് മനസ്സിലിങ്ങനെ കുറിച്ചിട്ട് അവർ ഉച്ചവരെ അവർക്കാവുന്ന രീതിയിലൊക്കെ അവരൊക്കെ എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന സ്ഥലത്തൊക്കെ പരതി കിട്ടിയില്ല. വൈകിട്ട് 4 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മക്കളൊക്കെ വന്നപ്പോൾ SI പറഞ്ഞ് ഇരിക്കൂ, കസേലമ്മൽ ഇരിക്കൂ. അങ്ങനെ മക്കളൊക്കെ കസേലമ്മൽ ഇരുന്നു. SI ചോദിച്ചു, എന്താണ് നിങ്ങൾ വന്നത്? SIയോട് ഈ മക്കൾ പറഞ്ഞതെന്നറിയോ, ഓടി. ആര്? ഓടി. സ്വന്തം അമ്മ ഓടി എന്ന് പറയാൻ പോലും വൈമുഖ്യമുള്ള, പറയാൻ കഴിയാതെ നാവ് വേരാത്ത ആ മക്കളോട് SI ചോദിച്ചു, നിങ്ങൾക്ക് ആ ഓടിയാളെ ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഈ സ്വന്തം മകൻ, ഗസറ്റഡ് പോസ്റ്റിൽ റിട്ടയർഡ് ചെയ്ത മകൻ ഈ അമ്മേൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടതും SI കസേലയെന്ന് താഴെ വീണ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ടെൻഷനായപ്പോൾ പോലീസെല്ലാം വന്ന് നോക്കുമ്പോൾ SI നിലത്ത് കിടക്കുക. ഒന്നുകൂടി അടുത്ത് പോയി നോക്കുമ്പോൾ SI എവിടത്തേക്കോ ഫോൺ വിളിക്കുന്നത് നമ്മൾ കണ്ടത്. പോലീസുകാരൻ്റെ പ്രശ്നം എന്നറിയോ, പോലീസ് സ്റ്റേഷനിൽ ഏത് പരാതി വരുമ്പോഴും അത് സ്വന്തം വീട്ടിലേക്ക് വരുമോ എന്നുള്ള ആശങ്കയുള്ളവനാണ് പോലീസുകാരൻ. SI ആടക്കിടന്ന് വിളിച്ചു നോക്കുന്നത് എന്താ അറിയോ, അദ്ദേഹത്തിൻ്റെ അമ്മക്ക് 79 വയസ്സാണ്. ഈ 83 ഒളിച്ചോടിയപ്പോൾ SI സ്വന്തം അമ്മേനെ ഫോൺ വിളിച്ച് നോക്കുക, നിലത്ത് കിടന്നിട്ട്, അമ്മ അവിടെ ഉണ്ടോ, ഭാര്യ നിങ്ങളവിടെ ഉണ്ടോ, പശുവെല്ലാം സുരക്ഷിതമായിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടുന്ന
പക്ഷെ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങളെ വീട്ടിലെല്ലാവരും സുരക്ഷിതർ തന്നെയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ ആ ഒരു ചിന്ത ഇല്ല എന്ന് പറയുമ്പോഴും ഇല്ല. എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? പക്ഷെ നമ്മളന്ന് ഈ 83 87 അവസാനം പിടിച്ചു കേട്ടാ. രാത്രി 10:30 മണിയാകുമ്പോഴേക്കും ഈ 83 87 പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. എവിടുന്നാ നമ്മൾ പിടിച്ചോണ്ടിരുന്നതെന്നറിയാം ഈ അമ്മേനെ? കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടുന്ന് രാത്രി 10:30 മണിക്ക് പയരും തേങ്ങേൻ്റെ കഷ്ണവും തിന്നുക ഈ കാമുകനും കാമുകയും. എനിക്കിതൊന്നല്ല നിങ്ങളോട് പറയാനുള്ളത്. രാത്രി 2 മണിക്ക് ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ഇവരെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ കോടതി സമ്മതിച്ചില്ല. രണ്ടാളോടും പറഞ്ഞു പൊയ്ക്കൊളി എന്ന് പറഞ്ഞു. രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി 2:30 മണിയാണ്. എൻ്റെ വീട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ഞാൻ കല്യാണം എല്ലാം കഴിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഏത് സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നാലും വാതിൽ തുറന്നിരുന്ന, ഒരു കോളിംഗ് ബെല്ലും അടിക്കാതെ വാതിൽ തുറന്നിരുന്ന ഒരു 92 വയസ്സുകാരിയായ അമ്മ ഉണ്ട് എനിക്ക്. അതെങ്ങനെയായി അമ്മ മണത്തറിയുന്നത് ഞാനറിയില്ല. ഞാൻ ആ സ്റ്റെപ്പുമ്പിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് തുറക്കുന്നത്. അങ്ങനെ അന്നും പതിവ് പോലെ 2:30 മണിക്ക്. പക്ഷെ എനിക്കൊരു ഭാര്യയുണ്ട് കേട്ടോ, അവള് പാവ. ഞാൻ വന്നോ പോയോ ഓള് തിന്നോന്നൊന്നും അറിയാത്ത പാവം നിഷ്കളങ്കമായിട്ടുള്ള ഭാര്യ അപ്പുറത്തുണ്ട്. എന്നാൽ ഈ 92 വാതിൽ തുറന്ന് ഞാൻ കാലാന്തരങ്ങളായി വാതിൽ തുറക്കുന്നു. ഞാൻ എപ്പോഴും അതേപോലെ ഉള്ളിലേക്ക് പോകുന്നു. എനിക്ക് അമ്മയുടെ വലിയൊരു കടപ്പാടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അത് ചെറുപ്പത്തിലെ ശീലമായതുകൊണ്ട് എനിക്ക് അമ്മ വാതിൽ തുറന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ സ്നേഹക്കുറവൊന്നുമില്ല. അന്ന് ഞാൻ പതിവ് പോലെ വാതിൽ തുറന്നതിന് ശേഷം ഇങ്ങനെ എൻ്റെ വീട്ടിലെ മേലത്തെ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ ഒരു 5ാമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ എനിക്ക് ആകെ പേടിയായി. എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന എന്തും എൻ്റെ വീട്ടിലേക്ക് വരുമല്ലോ എന്നുള്ള ആശങ്കയോടുകൂടി ഞാൻ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ 92 വാതിലിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ ഒന്നും കൂടി 92 ഇങ്ങനെ തുറിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? 92 എന്തെങ്കിലും ഒരു തരികിട പരിപാടി പോലെ. എന്നെ കണ്ടപ്പോൾ ഒരു ഒളിച്ചു കളി, ഫോണ് പുറകിൽ വെക്കുക. ഞാൻ വിചാരിച്ചു പടച്ചോനെ ഒളിച്ചോടി. ഞാൻ ഓടി സ്റ്റെപ്പും വന്ന് ഓടി എൻ്റെ 92 അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ ഒളിച്ചോടരുത്, അമ്മ ഒളിച്ചോടരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അമ്മ ഓടൂല എന്നാ പറയാന്നാ വിചാരിച്ചത്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതെന്നറിയോ? ഈ പ്രായത്തിൽ ആര് കൂട്ടുവനാന്ന്, ആരാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകാന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ആരെങ്കിലും കൂട്ടുവൻ വന്നിട്ടുണ്ട് എങ്കിൽ എൻ്റെ 92 ആ കൂട്ടുവൻ വന്ന ആളുടെ കൂടെ പോകുമെന്ന് ഉള്ള ധ്വനി എനിക്ക് വന്നപ്പോൾ പിന്നീട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റപ്പോൾ പിറ്റേന്ന് മുതൽ എനിക്ക് ആകെ ടെൻഷനാണ്. അഥവാ എൻ്റെ അമ്മ ഓടിയാൽ ഞാനും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയണ്ടേ? എൻ്റെ മക്കളുടെ സ്ഥിതി എന്താണെന്നൊക്കെയുള്ള ആലോചന ഇങ്ങനെ എന്നെ വല്ലാതെ അലട്ടിയപ്പോൾ പിറ്റേന്ന് മുതൽ എൻ്റെ മാനസിക പ്രശ്നം എന്നറിയോ? ഈ അമ്മേനെ ഇടക്കിടക്ക് വിളിക്കുക മുട്ടും നിനക്കിങ്ങനെ. ഞാൻ ഇപ്പോഴും വരുമ്പോഴും എൻ്റെ അമ്മേനെ വിളിച്ചു, അമ്മ അവിടെ ഉണ്ടോ? പശു പുല്ലെല്ലാം തിന്നിനോ? ആ 38 വയസ്സുകാരി എന്താക്കുകയാണ് അമ്മ? അന്തം വിട്ട 2 പിള്ളേർ കുരുത്തക്കേട് കളിക്കുന്നുണ്ടോ എന്നല്ല അമ്മയോട് ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഞാൻ പ്രവർത്തിക്കാത്ത ചിന്തിക്കാത്ത രീതിയിലേക്ക് എൻ്റെ അമ്മയോട് ഇടപഴകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഭാര്യയോട് എൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വർത്തമാനമാണ് എനിക്ക് എൻ്റെ മുമ്പിലുള്ള ബിസിനസ്സുകാരോട് പറയാനുള്ളത്. എൻ്റെ അമ്മ എൻ്റെ ഭാര്യയോട് പറഞ്ഞെന്നറിയോ? എന്താണെന്നറിയില്ല, കഴിഞ്ഞൊരു 5-10 ദിവസമായിട്ട് ഓൻ എന്നോട് ഭയങ്കര സ്നേഹം കൂടിയിട്ടുണ്ട്. അവൻ എന്നെ നോക്കുന്നുണ്ട്, അവൻ എൻ്റെ പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ട്, അവൻ എന്തെല്ലോ ഒരു മാറ്റമുണ്ട്, എന്നെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നൊക്കെ എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായി എവിടെ നിന്നും കിട്ടാത്ത ഒരു മോട്ടിവേഷനായിട്ട് വേണേൽ പറയാം എനിക്കത്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയത് ഞാൻ അമ്മയെ ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അങ്ങനെ ഒരു ഫോൺ വിളിക്കാൻ ഞാൻ തുടങ്ങിയത് എൻ്റെ അമ്മ ഒളിച്ചോടുമെന്നുള്ള ആശങ്കയിൽ നിന്നാണ്. എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മനുഷ്യരോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തിരക്കുണ്ട് എങ്കിലും, ബിസിനസ്സിൽ എന്ത് പ്രശ്നങ്ങളുണ്ട് എങ്കിലും, സ്വന്തം വീട്ടിലിരിക്കുന്ന ഭാര്യയെയും മക്കളെയും വിളിക്കാനും ചിന്തിക്കാനും അവരോട് കുശലം പറയാനും നിങ്ങൾ നിന്നിട്ടില്ല എങ്കിൽ ഇന്ന് കുറേ ഓപ്ഷൻ അവർക്കുണ്ട് എന്നുള്ള. പണ്ടത്തെ കാലമല്ല. എനിക്ക് 2ാമത് പേടി എന്നറിയോ? എൻ്റെ ഭാര്യക്കെല്ലാം കുറേ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടുള്ളൂ. നിങ്ങൾ വീട്ടിലുള്ള ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും ഗ്രൂപ്പ് നോക്കിയിട്ടുണ്ടാ? എനിക്കും കുറേ ഗ്രൂപ്പുണ്ട്. 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പുണ്ട്, +2 തോറ്റ ഗ്രൂപ്പുണ്ട്,
ഡിഗ്രിക്ക് പോവാത്ത ഗ്രൂപ്പുണ്ട്, ബസ് സ്റ്റോപ്പിലെ ഗ്രൂപ്പുണ്ട്, അങ്ങനെ കുറേ ഗ്രൂപ്പുണ്ട്. പക്ഷെ എവിടെയും കാണാത്ത ഒരു ഗ്രൂപ്പ് എൻ്റെ ഭാര്യയ്ക്കുണ്ട്. ഭാര്യയ്ക്കുള്ള ഗ്രൂപ്പ് ഏതാണെന്നറിയോ? അവളെ പുറകെ പല പ്രായത്തിലും കുറേ മനുഷ്യന്മാർ നടന്നിന് പോലും. പുറകെ നടന്ന കുട്ടികളെ കൂട്ടിയിട്ട് അവളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള എനിക്ക് പേടി. ഞാൻ അവളോട് ചിരിച്ചിട്ടില്ല എങ്കിൽ അവളോട് ചിരിക്കാൻ ആ ഗ്രൂപ്പിലെ മനുഷ്യന്മാരുണ്ടാകുമെന്ന്. ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല എങ്കിൽ അവളെ പണ്ട് സ്നേഹിച്ച അവളുടെ പുറകെ നടന്ന മനുഷ്യന്മാർ അവളുടെ വിരൽത്തുമ്പിലുണ്ട് എന്നുള്ള വല്ലാത്തൊരു ബോധം എൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ആ അസ്വസ്ഥതയാണ് എനിക്ക് അവരോടുള്ള സ്നേഹമായിട്ട് മാറുന്നത് എന്നതാണ് എനിക്ക് കുടുംബ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളൊക്കെ വളരെ സംതൃപ്തരായിട്ടാണ് കാണുന്നത്. എനിക്ക് എൻ്റെ ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കൊരു സാറുണ്ടായിരുന്നു, 60 വയസ്സായി. ആ മനുഷ്യന് 60 വയസ്സായി, റിട്ടയർഡ് ആയിട്ട് 4 കൊല്ലമായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഏകദേശം 59-60 വയസ്സുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പേ ആ മനുഷ്യൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്, ഫോണിലൂടെ പറയാൻ പറ്റൂല, നീ ഒന്ന് ഇതുവഴി വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഏറെ ബഹുമാന്യനായ എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നാരോങ്ങൾ, എന്താണ് സാറേ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഈ 60 വയസ്സുള്ള മനുഷ്യൻ അവരൊരു 10-24 അവരുടെ 10ാം ക്ലാസ്സിൽ പഠിച്ച 24 കൂട്ടുകാരെ എവിടെ നിന്നൊക്കെയോ നമ്പർ സ്വരുക്കൂട്ടിയിട്ട് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പോലും. അതൊരു 6 മാസം മുമ്പേ ചെയ്ത പ്രവൃത്തിയാണ്. അങ്ങനെ ആ 24 10ാം ക്ലാസ്സിലെ 60 വയസ്സുള്ള മനുഷ്യന്മാർ കൂടിയിട്ട് അകലാപ്പുഴ എന്ന് പറയുന്ന പയ്യോളിക്കടുത്തുള്ള ഒരു പുഴയിൽ ഒരു ഹൗസ് ബോട്ടിൽ ഈ 24 ആളുകൾ സംഗമിച്ചു. അങ്ങനെ സംഗമിച്ചു. അവരെ കാട്ടും പാട്ടും ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഇവരെ നമ്പറൊക്കെ എല്ലാവരുടെ കയ്യിലും കിട്ടി. അങ്ങനെ ആ 10ാം ക്ലാസ്സിലുള്ള ഒരു അന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചു. ഈ ഹായ് കിട്ടിയപ്പോൾ ഈ 60 വയസ്സുകാരന് ഒരു ഹോയ് അങ്ങ് കൊടുത്തു. അപ്പം അങ്ങന്ന് ഹായ് ഇങ്ങന്ന് ഹോയ്, ആഹാ ഹോയ് എന്ന് പറഞ്ഞപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ സംസാരമായപ്പോൾ ആ 60 വയസ്സുകാരി ഈ 60 വയസ്സുകാരനോട് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു അന്ന് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല പണ്ടാരക്കാലി, എനിക്കതൊന്നും എന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പം അപ്പുറത്തുനിന്ന് ആ പെൺകുട്ടി പറഞ്ഞു, ഇതൊന്നും നീയും പറഞ്ഞില്ല ഞാനും പറഞ്ഞില്ല. അപ്പം ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്നറിയോ, അന്ന് നീ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ജീവിതം അടിച്ചു പൊളിക്കാമായിരുന്നു എന്ന്. അടിച്ചു പൊളിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഭാര്യ അടിച്ചുവാരിക്കൊണ്ട് പുറകിൽ നിൽക്കുന്നത് ഈ 60 വയസ്സുകാരൻ കണ്ടില്ല. ഭാര്യ ഫോൺ പിടിച്ച് വലിച്ചു നോക്കിയപ്പോൾ, നീ അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ജീവിതം അടിച്ചു പൊളിക്കാമായിരുന്നില്ലേ എന്നുള്ള ഈ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ട 60 വയസ്സുകാരി ബോധം കെട്ട് വീണു. ഈ മനുഷ്യൻ ഈ ഭാര്യയും കൊടുത്ത് വെള്ളം കൊടുത്ത് എല്ലാം കൊടുത്ത് അവസാനം ഈ 60 വയസ്സുകാരിയായ ഭാര്യയ്ക്ക് ബോധം വന്നപ്പോൾ ഭാര്യ അബ്നോർമലായിപ്പോയി എന്നുള്ള സത്യം. കോഴിക്കോടുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ആ 60 വയസ്സുകാരി കിടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങളൊന്നും ഞെട്ടണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിക്കോടെല്ലാം പോകുമ്പോൾ ചെന്ന് നോക്കാടാ. അതുകൊണ്ട് നിങ്ങളെ കുടുംബം, ഞാൻ പറഞ്ഞത് അതാണ്, കുടുംബം എന്ന് പറയുന്ന സാധനത്തിൽ ഒരു ചെറിയ കരട് വന്നാൽ മതി, അതിന് പ്രായമില്ല. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ തിരക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാരണവശാലും മാറി നിൽക്കണ്ട. സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാനും ചിരിക്കേണ്ടടുത്ത് ചിരിക്കാനും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കാനും പറ്റിയിട്ടില്ല എങ്കിൽ അവിടെ വേറെ ആൾ വന്ന് സ്നേഹിക്കുകയും ചിരിക്കുകയും ചെയ്യും എന്നുള്ള നല്ല ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? നിങ്ങൾ മുണ്ടൊന്നുമില്ല. ഈ പരപ്പന നിങ്ങളെ ഇരുത്തം കണ്ടാലില്ലേ നിങ്ങൾക്ക് നല്ല എന്തെല്ലോ സൂക്കേടുള്ള പോലെ. നിങ്ങളെ നോട്ടം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ കഞ്ചാവാറ്റം വെക്കുമ്പോൾ വന്ന് ഒരുത്തനെ പോലെ. നിങ്ങൾ വലിയ ബിസിനസ്സുകാരായിട്ട് ഇങ്ങനെ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഈ പണ്ടാരം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള മനസ്സാണ് നിങ്ങളെ മനസ്സിൽ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ ഈ കോലത്തിലിരുന്നാൽ നിങ്ങളെ വീട്ടിലുള്ള ഒരാൾ നിങ്ങളോട് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് നിങ്ങളൊരു മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കണം. അത് ബിസിനസ്സിലായാലും വീട്ടിലായാലും നിങ്ങൾ മനുഷ്യനായി മാറണം. കുടുംബത്തിൽ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത സുരക്ഷയാവും. അതിന് നിങ്ങൾ കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? വെരി ഗുഡ്. വാട്ട് ഈസ് കുടുംബം? എന്താണ് കുടുംബം? കുടുംബത്തിന് എല്ലാവരും പറഞ്ഞ നിർവചനം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എല്ലാവരും പറയുന്ന വളരെ സിമ്പിളാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം.
ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ലേ, എൻ്റെ വീട്ടിൽ കൂടുമ്പോൾ ഒരു ഇമ്പമില്ല. ഞാനും ഭാര്യയും കൂടുമ്പോൾ നിങ്ങൾ കാണണം, ഭൂകമ്പം. ഇമ്പമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പേ. എൻ്റെ കല്യാണം നിശ്ചയിച്ച് കല്യാണത്തിന് 6 മാസം സമയം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്താണ് ജീവിതത്തിൽ ആദ്യമായി അവരോട് മനസ്സ് തുറന്ന് ചിരിച്ചതും സംസാരിച്ചതും. ഞാൻ ഈ 5-8 കൊല്ലം സൈബർ സെല്ലിലായതുകൊണ്ട് ഈ ഫോണുമായിട്ടുള്ള ഒരു പരിപാടിക്കും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം നിശ്ചയിച്ചാൽ എൻ്റെ ഭാര്യ എന്നെ പോകുന്നോളെ ഫോൺ വിളിക്കൂല എന്ന് തീരുമാനിച്ച. പക്ഷേ കഷ്ടകാലത്തിന് എൻ്റെ പെങ്ങന്മാർ ഒരു ഫോൺ കൊണ്ടുകൊടുത്തു. ആ ഫോൺ കൊണ്ടുകൊടുത്തപ്പോൾ ഇവളെന്നെ ആ ഫോണിൽ നിന്ന് മിസ് കോൾ അടിക്കാൻ തുടങ്ങി. ഞാൻ കൊന്നാലും ഫോൺ എടുക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളെന്ന രീതിയിൽ മിസ് കോളിനെ ഞാൻ അവഗണിച്ചു. പക്ഷേ ഇവളൊരു 10-75 മിസ് കോൾ ഇങ്ങനെ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തൊരു മിസ് കോളായത്, ഓൾ നല്ലൊരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം വിചാരിച്ച് ഒരു 80ാമത്തെ മിസ് കോളിന് എന്നോട് ഫോണങ്ങ് എടുത്തുപോയി. പിന്നീട് നല്ല രസമാണ് കേട്ടോ. പിന്നീട് ഓൾ എന്നോട് ഹായ്, ഞാനോട് ഹോയ്, പിന്നെ ഓൾ ഹായ്. ഈ ഹായും ഹോയും ഇങ്ങനെ കയറി വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വാട്സപ്പ് തുടങ്ങണം. അങ്ങനെ ഞാൻ അവളെ തുടങ്ങൂല എന്ന് പ്രതീക്ഷിച്ച ഞാൻ പോലും ആ പെണ്ണിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഒരു വാട്സപ്പ് അങ്ങ് തുടങ്ങി. പിന്നീട് നല്ല രസമാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ഇങ്ങനെ പ്രളയം തന്നെ മെസ്സേജിൻ്റെ. രാവിലെ ഒരു ലവ്, രാത്രി ഒരു ഉമ്മ. ഇങ്ങനെ രാത്രിയത്തെ ഉമ്മ കിട്ടിയെങ്കിലേ രാവിലെ പ്രശ്നം തന്നെ. ഇന്നലത്തെ ഉമ്മയുടെ രാവിലത്തെ ഗുഡ് മോർണിംഗ് എവിടെ വെച്ച് വാട്സപ്പിലൂടെ അടിയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ തുടങ്ങി, ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അതാണ് ജീവിതത്തിൽ ഏറ്റവും സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവൾ എന്നോട് പറഞ്ഞു, ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വർത്താനം എന്താ അറിയോ, നമുക്ക് പറക്കണം. ഞാനാണ് ഇതുവരെ പറഞ്ഞിക്കില്ല. അവൾ പറഞ്ഞു നമുക്ക് പറക്കണം, കറങ്ങണം, ഈ ലോകം മുഴുവൻ ചുറ്റണം, വെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുവരെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ വിചാരിച്ചു പണ്ടേ കഴിക്കണമായിരുന്നു കല്യാണം. പക്ഷേ അങ്ങനെ സ്വപ്നങ്ങളാൽ മുഖേന എന്താ പറയുക പറന്ന് നടന്ന് അവസാനം കല്യാണം കഴിച്ചപ്പോൾ ഇന്ന് കല്യാണം കഴിച്ചതിന് 15 കൊല്ലമായി. 7ാം ക്ലാസ്സിലൊരു പെണ്ണും 4ാം ക്ലാസ്സിലൊരു ചെക്കനും ഉണ്ട് എനിക്ക്. നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നു നോക്കണം. തലേ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ ഉമ്മ കൊടുക്കാത്തതിന് രാവിലെ എന്നെ ശകാരിച്ചിരുന്ന പരിഭവിച്ചിരുന്ന ഭാര്യ എൻ്റെ വീട്ടിൽ ഇപ്പം ഇല്ല. രാവിലെ ആകുമ്പോൾ തുടങ്ങുക പൂരേൻ്റെ ഇവിടുന്നൊരു വേന, കഴുത്തിൻ്റെ ഇവിടുന്നൊരു പടച്ചൽ, ചെക്കൻ്റെ ഫീസ്, പെണ്ണിൻ്റെ മൂക്കൊലിപ്പ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നത് എൻ്റെ പണ്ട് ലവ് കിട്ടാത്ത അതിൻ്റെ പരിഭവിക്കുന്ന ഭാര്യയല്ല ഞാൻ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് എൻ്റെ ഭാര്യ കൂടുമ്പോൾ ഇമ്പമുള്ളതാവുക? എൻ്റെ ജീവിതം എങ്ങനെയാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാകുക? അവിടെ കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല കുടുംബം. ജീവിതത്തിൽ എല്ലാവരും പ്രണയിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒക്കെ തന്നെയാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഓർമ്മിച്ചു, നിങ്ങൾ ജീവിതം കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല. ജീവിതം ഒരു കുടുംബമാവണമെങ്കിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബം. അവിടെ 1 വയസ്സുള്ള കുട്ടിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവണം, 100 വയസ്സുകാരനായ ഉപ്പാപ്പയ്ക്ക് ഉത്തരവാദിത്ത ബോധമുണ്ടാവണം, ഉപ്പയ്ക്ക് ഉത്തരവാദിത്ത ബോധമുണ്ടാവണം, ഉമ്മയ്ക്കും ഉത്തരവാദിത്ത ബോധമുണ്ടാവണം. ഇങ്ങനെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കുടുംബത്തിന് മാത്രമേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു കുടുംബത്തിനും ഞാൻ ഉത്തരവാദിത്തം കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ പോലും കാണുന്നില്ല. എൻ്റെ മക്കളെ ഒരു ഉത്തരവാദിത്തത്തിനും എൻ്റെ ഭാര്യ കൂട്ടുന്നില്ല. അതാ വിഷയം. അവളുടെ ആഗ്രഹം എന്താ അറിയോ? മക്കൾ പഠിക്കുക, തിന്നുക, കുളിക്കുക. മക്കളെ കാണുമ്പോൾ ഭാര്യ പറയുന്നത് എനിക്ക് ഉത്തരവാദിത്തത്തോട് ബോധത്തോടു കൂടി ജീവിക്കണം എന്നുള്ളത് ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മക്കളെ കാണുമ്പോൾ പടി, പോ, കുളി, തിന്ന്. ഈ മക്കൾക്കാണ് ഇത് 3 ഇഷ്ടമല്ല താനും. നിങ്ങളെ മക്കൾക്ക് നോക്കാൻ എനിക്കറിയില്ല. എൻ്റെ മക്കൾക്ക് പുസ്തകം കാണുമ്പോൾ അയച്ചേക്ക് എന്തോ അലർജിയാണ്. ആ പുസ്തകത്തോടൊപ്പം ഇവിടെ ചൊറിച്ചലും കൂടിയാകുമ്പോൾ മക്കൾ എങ്ങനെയാണ് വീട്ടിൽ നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിസിനസ് വേറെയാണ്, കുടുംബം വേറെയാണ്. അവിടെയുള്ള തിരക്കുകൾ കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത്. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കുടുംബനാഥനായി ബിസിനസ്സുകാരൻ മാറണം. ഭാര്യ ഈ ഭർത്താവ് അല്ലെങ്കിൽ ബിസിനസ്സുകാരി വീട്ടിലേക്ക് വരുമ്പോൾ ചൊറിയുന്ന ഭാര്യയെയും ചൊറിയുന്ന മക്കളെയല്ല നമുക്ക് ആവശ്യം. ഭർത്താവിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി, ബാപ്പയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു വീട്ടമ്മയായി, നല്ലൊരു മക്കളായിട്ട് മാറുവാൻ കഴിയണം. അതേപോലെ ബാപ്പയ്ക്ക് ഈ ബിസിനസ്സുകാരന് ഭാര്യയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുവാൻ, മക്കളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന നല്ല മനസ്സുള്ള മനുഷ്യന്മാരായിട്ട് നിങ്ങൾ മാറണം.